റസൂലുള്ളാഹിന്റെ പുതപ്പ്, റസൂലുള്ളാഹിന്റെ പുതപ്പ് അത് ആര് തന്നു? ഇവര് തന്നു, മറ്റൊരു തന്നു, ഒരുപാട് സനദുകളുണ്ട്. അപ്പൊ അത് ശരിയല്ല. ഒരുപാട് സനദുണ്ട്, സനദിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നതുകൊണ്ട് അതല്ലാതാകുമല്ലോ. ഈ പുതപ്പ് പുതപ്പാണ് എന്ന് ലോക മുസ്ലിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നത്. ഈ പുതപ്പ് റസൂലുള്ളാഹിന്റെ പുതപ്പാണ് എന്ന് ലോക മുസ്ലിങ്ങൾ മുഴുവൻ അംഗീകരിച്ചതാണ്. പിന്നെ അതിന്റെ സനദ് അതായത് കിട്ടിയ വളരെ നന്ദി എന്നാണല്ലോ പറഞ്ഞത്. കിട്ടിയാൽ വളരെ നന്ദി, ഇല്ലെങ്കിൽ ജനങ്ങൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങൾ നല്ലതായി കാണുന്ന കാര്യം അല്ലാഹുവിങ്കൽ നല്ലതാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് ഇത്തരം വിഷയങ്ങളിൽ അടിസ്ഥാനം എല്ലാം കൂടി. അതിനെന്താ തെളിവ്? അതിന്റെ തെളിവ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് അംഗീകൃതമായ കേട്ടുകേൾവിയാണ്. അതെ. ഡൽഹി ജുമാ മസ്ജിദിലുള്ളത് തലമുടിക്ക് തെളിവുണ്ടോ? ഡൽഹി ജുമാ മസ്ജിദ് തലമുടി അല്ലല്ലേ, അതെങ്ങനെ മനസ്സിലാവുമാണ്? അതും സനത് സ്ഥിരപ്പെട്ടിട്ടില്ല, എല്ലാ ഉലമാക്കന്മാരും സമ്മതിച്ചിട്ടില്ല. മുഗൾ രാജവംശം കൊണ്ടുവരുന്നു എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ നാളെ സഖാഫിയുടെ ഒരു പ്രത്യേക നോട്ടീസ് കണ്ടു. ഡൽഹി ജുമാ മസ്ജിദിലെ തിരുകേശം കാണാൻ അസുലഭ ആ സന്ദർഭം. അജ്മീർ ഡൽഹി ടൂർ. തിരുകേശത്തിനെ പറ്റി ഇതൊരു പുസ്തകത്തിൽ നിങ്ങൾ ഈ മഞ്ചേരി മുണ്ടമ്പറമ്പ് ഭാഗത്തുള്ള ഒരാളാണ് ആ പുസ്തകം എഴുതി. അവിടെ ഉള്ളത് ചരിത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടില്ല.